നമസ്കാരം. ബിജു ചെറിയാൻ മഹലേത്, ദ ഇൻഡ്യൂട്ടീവ് വിസ്ഡം മാസ്റ്റർ മൈൻഡ്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ നിയമമായിട്ടുള്ള ദ ലോ ഓഫ് വൈബ്രേഷൻ നമ്മുടെ സെയിൽസിലും ബിസിനസ്സിലും എങ്ങനെ ഉപയോഗിക്കാം, അവ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് നമുക്ക് പഠിക്കാം. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മൈൻഡ് സെറ്റ് ആൻഡ് ബിലീവ് സിസ്റ്റം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സെയിൽസിലായിക്കോട്ടെ ബിസിനസ്സിലായിക്കോട്ടെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ്, അതോടൊപ്പം തന്നെ ബിലീവ് സിസ്റ്റം, ഒരു വിശ്വാസ പ്രമാണം. തീർച്ചയായിട്ടും ഇത് വിൽക്കുന്ന വ്യക്തികൾക്ക് വിശ്വാസക്കുറവ് ഉണ്ടായാൽ, ആത്മവിശ്വാസക്കുറവ് ഉൾപ്പെടെയുള്ളത് ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി ഒരു നെഗറ്റീവ് ഇംപ്രഷനാണ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ സംസാരത്തിലൂടെ അത് പ്രകടമായിരിക്കും. അത് ഉപഭോക്താവിന് പെട്ടെന്ന് അത് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് കഴിയും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റും ഒരു പോസിറ്റീവ് ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കിയെടുത്താൽ അത് തീർച്ചയായിട്ടും ആ പറയുന്ന ക്ലയന്റ് അല്ലെങ്കിൽ ഉപഭോക്താവുമായിട്ട് കണക്ട് ചെയ്യപ്പെടുകയും അവർക്ക് അതിന്റെ പ്രയോജനം ഉണ്ടാവുകയും അതൊരു ദീർഘകാല ബന്ധത്തിലേക്ക് മുന്നോട്ട് നയിക്കുകയും ചെയ്യും. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. നമ്മുടെ ഒരു 21ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആളുകളുടെ പ്രതികരണ ശേഷി നമ്മൾ ഒരു കാലഘട്ടം മുമ്പ് ഉണ്ടായിരുന്ന പോലെയുള്ള ഇന്റലിജൻസ് കോഷ്യൻസ് അല്ല, ഐക്യു ലെവലിലുള്ള തോട്ട് പ്രോസസ്സിംഗ് അല്ല. മിക്കവാറും എല്ലാവരും EQ ലെവലിലാണ് ഇമോഷണൽ ആയിട്ടാണ് പ്രതികരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പറയുന്ന EQ അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു വികാരം നമുക്ക് നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുത്താൽ അത് നമ്മുടെ ക്ലയന്റുമായിട്ട് ബന്ധപ്പെടുത്തുവാനും ക്ലയന്റിന്റെ ആവശ്യങ്ങൾ, ക്ലയന്റിന്റെ അതേ ഇമോഷനിൽ നമുക്ക് വൈബ്രേറ്റ് ചെയ്യുവാനും ആ വൈബ്രേഷൻ അല്ലെ ഫ്രീക്വൻസി മനസ്സിലാക്കിക്കൊണ്ട് ക്ലയന്റിനോടോ ഉപഭോക്താവിനോടോ കൺസ്യൂമേഴ്സിനോടൊക്കെ നമുക്ക് ഇടപെടാനും അവരിൽ നിന്നൊരു പോസിറ്റീവ് റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ഇൻ സെയിൽസ് എന്നുള്ളതാണ്. ഏറ്റവും മനോഹരമായ ഒരു ആശയമാണ് ലോ ഓഫ് അട്രാക്ഷൻ ഇൻ സെയിൽസ്. നമുക്കറിയാം, ലൈക്ക് അട്രാക്ട്സ് ലൈക്സ്. ഒരേ ഫ്രീക്വൻസിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് ഉണ്ടാകും. അത് തീർച്ചയായിട്ടും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രോഡക്ട്സിനെ കുറിച്ച്, നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് നമുക്കൊരു പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടാവണം. നമ്മുടെ ക്ലയൻസിനോട്, നമ്മുടെ ഉപഭോക്താവിനോട്, അവർ ഒരു കസ്റ്റമറായി വരുമ്പോൾ അവരോട് നമുക്ക് ചുറ്റുപാടുള്ള അന്തരീക്ഷത്തെ പറ്റി ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കുറിച്ച് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതൊരു ചലനം, അതൊരു വൈബ്രേഷനായി മാറുകയും അത് സ്വീകരിക്കുന്ന വ്യക്തികൾ, കൺസ്യൂമേഴ്സിന് വീണ്ടും വീണ്ടും നമ്മളിലേക്ക് അവർ ആകർഷിക്കപ്പെടും. അത് തീർച്ചയായിട്ടും അവർ വീണ്ടും നമ്മളുടെ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാനും ഈ കടയിലേക്ക് വീണ്ടും വരുവാനുള്ള ശ്രമങ്ങൾ അവർ നടത്തും. അപ്പൊ തീർച്ചയായിട്ടും ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു തത്വത്തെ സെയിൽസിൽ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ട്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരേക്കും നമസ്കാരം.